വിശ്വാസത്തിന്റെ 70 വർഷങ്ങൾ ഒരു ആത്മീയ മഹായാത്ര. ഇത് വെറും 70 വർഷങ്ങളുടെ കാലയാത്രയല്ല, തലമുറകൾ ചേർന്ന് രചിച്ച ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ മഹാകാവ്യമാണ്. പുലിയൂരിന്റെ ഈ പുണ്യഭൂമി മനുഷ്യനും ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ആത്മീയ ബന്ധത്തെ കാലത്തിന്റെ പാളികളിലൂടെ കൂടുതൽ ശക്തമായി കോർത്തിണക്കി. 1956 തെളിഞ്ഞ ഒരു ചെറു വിശ്വാസദീപം കാലത്തിന്റെ കാറ്റുകളെ മറികടന്ന് ഇന്ന് 2026 പ്ലാറ്റിനം പ്രകാശമായി ഉയർന്നു നിൽക്കുന്നു. ഈ ദേവാലയത്തിന്റെ ഓരോ ചുവരുകളിലും വിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ ശബ്ദവും നന്ദിയുടെയും പ്രത്യാശയുടെയും മൃദുല പ്രതിധ്വനികളും ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ ദേവാലയം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമായി മാറി. ഇവിടെ ഉയരുന്ന ഓരോ മണിനാദവും ഒരു വിശ്വാസകാവ്യമായി ആകാശത്തോളം മുഴങ്ങുന്നു. പുലിയൂർ സെയിന്റ് മേരീസ് ആൻഡ് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ ഈ 70 വർഷങ്ങൾ വെറും കാലത്തിന്റെ കണക്കല്ല, തലമുറകൾ ചേർന്ന് തെളിച്ച ഒരു വിശ്വാസദീപത്തിന്റെ ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. കാരണം ഒരു ഗ്രാമത്തിന്റെ ചരിത്രം എപ്പോഴും മഹത്തായ കെട്ടിടങ്ങളിൽ നിന്നല്ല തുടങ്ങുന്നത്, ചെറിയ വിശ്വാസത്തിന്റെ വിത്തുകളിൽ നിന്നാണ്. പുലിയൂരിന്റെ കഥയും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കൽ ഈ ഗ്രാമത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനായി ദൂരം മറികടന്ന് ഇടവങ്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി ദേവാലയത്തിലേക്ക് ഭക്തിപൂർവം യാത്ര ചെയ്തിരുന്നു. അന്നത്തെ പുലിയൂരിൽ ഒരു ലളിതമായ വേദപഠനശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറമേ നോക്കുമ്പോൾ അതൊരു പഠനകേന്ദ്രം മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ മൗനമായ തുടക്കം അതായിരുന്നു. മനുഷ്യർ കാണാത്ത വരികളിൽ ദൈവം ചരിത്രം എഴുതാറുണ്ട്. അങ്ങനെ ആ ലളിതമായ വേദപഠനശാല ഒരു ദിവസം ഒരു വിശുദ്ധ ദേവാലയത്തിന്റെ ആദ്യ പടിയായി മാറി. അവിടെ കൂടിയിരുന്ന ദൈവവിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ച 28 കുടുംബങ്ങൾ ഒരു നിർണായക നിമിഷത്തിൽ ഒരു വിശുദ്ധ തീരുമാനമെടുത്തു. സഭയുടെ അനുഗ്രഹവും ആചാര്യന്മാരുടെ ആത്മീയ മാർഗനിർദ്ദേശവും ചേർന്ന് ആ ചെറിയ പഠനകേന്ദ്രം ഒരു വിശുദ്ധ ദേവാലയമായി ഉയർന്നു. അത് വെറും ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണമല്ലായിരുന്നു, ഒരു വിശ്വാസത്തിന്റെ ഉദയമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും പുണ്യനാമങ്ങളിൽ സംയുക്തമായി സ്ഥാപിതമായ മലങ്കര സഭയിലെ പ്രഥമ ദേവാലയം എന്ന ഗൗരവപൂർണമായ സ്ഥാനവും ഈ പുണ്യസ്ഥലത്തിന് ലഭിച്ചു. അങ്ങനെ ഈ ദേവാലയം ഒരു ആരാധനാലയം മാത്രമല്ലാതെ പുലിയൂർ ദേശത്തിന്റെ ആത്മാവായി മാറി. ഇന്ന് പുലിയൂർ പുണ്യവതി എന്ന മാതാവും പുലിയൂർ പുണ്യവാളൻ എന്ന സഹദായും അനുഗ്രഹമായി നിലകൊള്ളുന്ന ഈ പുണ്യസ്ഥലം നാനാജാതി മതസ്ഥരുടെ വിശ്വാസ കേന്ദ്രമായും ആത്മീയ അഭയകേന്ദ്രമായും പ്രകാശിച്ചു നിൽക്കുന്നു. ഒരിക്കൽ ഒരു സ്നേഹപൂർവമായ വിളിപ്പേര്, പുലിയൂർ കൊച്ചുപള്ളി. ഇന്ന് ഒരു സമൂഹത്തിന്റെ അഭിമാനമായി പുലിയൂർ പള്ളിയായി തലമുറകളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയുടെ മഹിമയിൽ ഈ ദേവാലയം ഇന്ന് ഒരു ആത്മീയ ദീപമായി ലോകത്തിനു മുന്നിൽ ജ്വലിക്കുന്നു. ആദ്യത്തെ മെഴുകുതിരി വെളിച്ചത്തിൽ നിന്നും ഇന്ന് ഈ നാടിന്റെ ആത്മാവായി ജ്വലിക്കുന്ന സൂര്യതേജസ്സായി പുലിയൂർ പള്ളി മാറിക്കഴിഞ്ഞു. നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ കണ്ണീർ തുള്ളിയും ഇവിടെ പുഞ്ചിരിയായി മാറും. നിങ്ങൾ ഉയർത്തുന്ന ഓരോരോ പ്രാർത്ഥനയും ഇവിടെ ഉത്തരമായി തീരും. കാരണം ഇത് പ്രാർത്ഥനകൾ പൂക്കുന്ന മണ്ണാണ്. ഇത് പുലിയൂർ, വിശ്വാസത്തിന്റെ അക്ഷയദീപം. പുലിയൂരിലെ ജനങ്ങൾക്ക് പുലിയൂർ തേവരും പുലിയൂർ പുണ്യവതിയും പുലിയൂർ പുണ്യവാളനും ഈ നാടിന്റെ ഐശ്വര്യവും സംരക്ഷകരുമാണ്. ഭീമസേനന്റെ കരുത്തും തൃപ്പുലിയൂരപ്പന്റെ കാവലും പരിശുദ്ധ ദൈവമാതാവിന്റെ മാതൃവാത്സല്യവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ധീരതയും ഇവരുടെയെല്ലാം അനുഗ്രഹവും ഈ ദേശത്തെ ദുഷ്ടശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. മതങ്ങൾക്കതീതമായ മനുഷ്യസ്നേഹത്തിന്റെ മനോഹരമായ ഒരു കാവ്യം രചിക്കപ്പെട്ട മണ്ണാണ് പുലിയൂർ. പമ്പാനദിയുടെ കുളിരും പ്രകൃതിയുടെ പച്ചപ്പും ഒരുപോലെ ഈ ദേശത്തെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ ഉയരുന്ന ശംഖനാദവും പള്ളിമണികളും ഒരേ ഈണത്തിലാണ് മുഴങ്ങുന്നത്. ക്ഷേത്ര സംസ്കാരത്തിന് അരികിലായി വിശ്വാസത്തിന്റെ പുതുചരിത്രം കുറിച്ചുകൊണ്ട് 1956 പുലിയൂർ സെന്റ് മേരീസ് ആൻഡ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി ഇടവക സ്ഥാപിതമായത്. ഇന്ന് 70ാം ആണ്ടിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ ദേവാലയം വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് അനേകർക്ക് പ്രത്യാശ നൽകുന്ന ഒരു തുറമുഖമാണ്. ഭീമസേനൻ കുടിയിരുത്തിയ തൃപ്പുലിയൂരപ്പന്റെ മണ്ണും മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന പള്ളിയും
നാനാജാതി മതസ്ഥർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ആദ്യത്തെ മെഴുകുതിരി വെളിച്ചത്തിൽ നിന്നും ഇന്ന് ഈ നാടിന്റെ ആത്മാവായി ജ്വലിക്കുന്ന സൂര്യ തേജസ്സായി പുലിയൂർ പള്ളി മാറിക്കഴിഞ്ഞു. നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ കണ്ണീർ തുള്ളിയും ഇവിടെ പുഞ്ചിരിയായി മാറും. നിങ്ങൾ ഉയർത്തുന്ന ഓരോ പ്രാർത്ഥനയും ഇവിടെ ഉത്തരമായി തീരും. കാരണം ഇത് പ്രാർത്ഥനകൾ പൂക്കുന്ന മണ്ണാണ്. ഇത് പുലിയൂർ.